ഇവിടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ബിസിനസ്സുകാർ ആരൊക്കെയുണ്ട്? തുടക്കക്കാർ. യെസ്, നിങ്ങളുടെ ഒരു പ്രത്യേകത, നിങ്ങളുടെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്, ഒരു തോക്ക്. ഓക്കെ, ബട്ട് യു ഹാവ് വെരി ലിമിറ്റഡ് ബുള്ളറ്റ്സ്. കുറച്ച് ബുള്ളറ്റേ ഉള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഓരോ ബുള്ളറ്റും യൂസ് ചെയ്യാൻ. കാരണം യു ഡോണ്ട് ഹാവ് മണി, യു ഡോണ്ട് ഹാവ് സിസ്റ്റം, യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് പീപ്പിൾ. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം വെടിവെക്കാൻ. ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകാരൊക്കെയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെഷീൻ ഗണ്ണാണ്, കിട്ടുകിട്ടേന്ന് വെടിവെക്കാം. പക്ഷേ നിങ്ങളും കെയർഫുൾ ആയിരിക്കണം. ഇവർക്ക് കുറച്ചുകൂടെ റിസ്ക് എടുക്കാം ഇപ്പം കൈപൊക്കിയവർക്ക്. പക്ഷേ ആദ്യം കൈപൊക്കിയവർ അധികം റിസ്ക് എടുക്കരുത്. സോ യു ഹാവ് ടു ലേൺ ഹൗ ടു യൂസ് യുവർ ബുള്ളറ്റ്സ്. സോ നമ്മൾ ഈ തെറ്റുകൾ ചെയ്ത് അതിൽ നിന്ന് പഠിക്കാനായിട്ട് നിന്നാലുള്ള ഒരു പ്രശ്നം, ഓരോ തെറ്റുകൾക്കും നിങ്ങൾ ഒരുപാട് ബുള്ളറ്റ്സ് വേസ്റ്റ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അറിയാവുന്നവരുടെ അടുത്ത് ചോദിച്ച് പഠിക്കണം. അറിയാവുന്നവരെന്ന് പറയുമ്പോൾ ഞാൻ ഒരു സാധനം പറഞ്ഞുതരാം. യു നീഡ് എ മെൻറ്റർ, യു നീഡ് എ കോച്ച്. എഴുതിക്കൂ. യു നീഡ് എ മെൻറ്റർ, യു നീഡ് എ കോച്ച്. യു നീഡ് എ മെൻറ്റർ, യു നീഡ് എ കോച്ച്. ആരാണ് മെൻറ്റർ, ആരാണ് കോച്ച്? ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഐ എം എ മെൻറ്റർ. ഞാൻ നിങ്ങളോടൊപ്പം കളിക്കുന്ന ആളാണ്. ഞാൻ ബിസിനസ് എൻ്റെത് ചെയ്യുന്നുണ്ട്, എൻ്റെ ബിസിനസ് ഞാൻ വളർത്തുന്നുണ്ട്, ഞാനും കാശുണ്ടാക്കുന്നുണ്ട്. നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുന്നേ ഇതെല്ലാം എൻ്റെ ബിസിനസ്സിൽ ഞാൻ നടപ്പാക്കി സക്സസ് ആയിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഏത് ആംഗിളിൽ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടി വരത്തില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ പോലും അറിയാതെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ തലയിൽ ഇതെങ്ങനെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഞാനിവിടെ പറയുന്നുണ്ടാവും. ബിക്കോസ് ഐ ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ഇൻ മൈ ബിസിനസ്. സോ ഇയാളെ വിളിക്കുന്ന പേരാണ് കോച്ച്. കൂടെ കളിക്കുന്ന ആളാണ് കോച്ച്. മറ്റൊരാളുണ്ട് മെൻറ്റർ. മെൻറ്ററിന് കാശ് കൊടുക്കണ്ട. ഷോ മീ യുവർ മെൻറ്റർ. നിനക്ക് മുന്നേ ഇത് ചെയ്ത നിൻ്റെ മെൻറ്ററിനെ കാണിച്ചതാണ്. ഐ വിൽ ടെൽ യു യുവർ ഫ്യൂച്ചർ. ഏതൊരാളിനെയും നിങ്ങൾക്ക് മെൻറ്ററായിട്ട് കിട്ടും. ജസ്റ്റ് ഒരു മെയിൽ അയച്ചാൽ മതി അവർക്ക്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. സ്റ്റിൽ ഐ ഹാവ് മെനി മെൻറ്റേഴ്സ്. ഇതൊക്കെ എന്തുവാ? എൻ്റെ മെൻറ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അവർ പറഞ്ഞ കാര്യങ്ങളാണ്. അവർ ഇവിടുത്തെ ടീമുകളൊന്നുമല്ല, അവർ ഇൻ്റർനാഷണലി കളിക്കുന്നവരാണ്. അവർ പരിപാടി നടത്തുന്നിടത്ത് നിങ്ങളെപ്പോലെ ഞാൻ പോയിരിക്കും. കോണ്ടൻറ്റ് കിട്ടാനല്ല, അവരെന്തൊക്കെ ചെയ്യുന്നു എന്നറിയാൻ. എന്നിട്ട് അവരോട് ചോദിക്കും, സാറേ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഒരു മെൻറ്റർക്ക് ഒരു വർഷത്തേക്ക് ഞാൻ 50 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ഒരു ഒറ്റ മെൻറ്റർ. ചോദിച്ചു നോക്കിയാൽ മതി. 50 ലക്ഷം രൂപയാണ് ഒരാൾക്ക് ഒരു വർഷത്തേക്ക് ഞാൻ കൊടുക്കുന്നത് എൻ്റെ മെൻറ്റർക്ക്. ഷോ മീ യുവർ മെൻറ്റർ. നിങ്ങൾക്ക് മുന്നേ ഇതിൽ നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ കിട്ടും. ഞാൻ പൈസ കൊടുക്കുന്നത് എന്തിനാ? എനിക്ക് അത്രയും കൂടെ വളരണം. ഈ പഠിപ്പിക്കുന്ന ആളുണ്ടല്ലോ, ഇത് കോച്ച്, മറ്റേതാണ് മെൻറ്റർ. യു നീഡ് എ മെൻറ്റർ ഇൻ യുവർ ബിസിനസ്.